സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചു. സിനിമയിലെ കഥാപാത്രമായ ജാനകി എന്ന പേര് മാറ്റണം എന്നുള്ളതാണ് സെൻസർ ബോർഡിന്റെ നിർദ്ദേശം. ജൂൺ 27-നാണ് ചിത്രത്തിന്റെ റിലീസ് നിശ്ചയിച്ചിരുന്നത്. റിയ ബേബി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. റിയ, എന്താണ് ഇതിനൊരു കാരണമായി പറയുന്നത്? ഏതെങ്കിലും രീതിയിൽ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്നതാണോ? ജാനകി എന്ന പേരൊക്കെ സാധാരണ രീതിയിൽ അല്ലാതെ ഉപയോഗിക്കാറുള്ളതാണ്. സമീപകാലത്ത് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള ഈ വിവാദങ്ങളൊക്കെ കണക്കിലെടുത്ത് ഉള്ള ഒരു പ്രിക്കോഷൻ നടപടിയാണോ? എന്താണിത്? ദിവിഷ്, ഈ ചിത്രത്തിന്റെ സംവിധായകനായ പ്രവീൺ നാരായണനാണ് ഇതിന്റെ റിലീസ് കേന്ദ്ര സെൻസർ ബോർഡ് തടഞ്ഞു എന്ന വാർത്ത ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയത്. ചിത്രത്തിന്റെ റിലീസ് അനിശ്ചിതത്വത്തിലാണ് എന്നതാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുകയും ചെയ്തത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് ചിത്രത്തിന്റെ പേര്. സുരേഷ് ഗോപിയെ നായകനാക്കി പ്രവീൺ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. ജൂൺ 27-നായിരുന്നു ചിത്രം തിയേറ്ററുകളിലെത്താൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ ജാനകി എന്ന പേര് ഹൈന്ദവ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്, സീതാദേവിയുടെ പേരുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അത് മാറ്റണം, ചിത്രത്തിന്റെ കഥയുമായി ബന്ധപ്പെട്ട് അത് മാറ്റണം എന്നതാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടതെന്നാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നത്. പക്ഷേ ഒരു കുറിപ്പായോ രേഖാമൂലമോ ഇക്കാര്യം സെൻസർ ബോർഡ് അണിയറ പ്രവർത്തകരെ എന്താണ് കാരണം എന്നത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന കാര്യമാണിത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രദർശനം റിലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിലവിൽ പ്രതിസന്ധിയായിരിക്കുകയാണ്. ഇതിന്റെ ക്ലിയറൻസ് അടക്കം കഴിഞ്ഞ ദിവസം നൽകുകയും ചെയ്തിരുന്നു. ഇത് ജാനകി എന്ന പേര് മാറ്റാൻ കഴിയില്ല എന്നതാണ് അണിയറ പ്രവർത്തകരും നിർമ്മാതാക്കളും സംവിധായകരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. കാരണം ഇത് വർഷങ്ങളായി തങ്ങൾ കാത്തിരുന്ന് ചെയ്തൊരു സിനിമയാണ്. ആ പേരാണ് ആ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൻ്റെ കാതൽ, ആ കഥാപാത്രത്തിൻ്റെ, ആ സിനിമയോട് കഥയോട് ചേർന്ന് നിൽക്കുന്ന പേരാണ്. അതുകൊണ്ട് തന്നെ അത് മാറ്റുക എന്നത് പ്രായോഗികമല്ല എന്ന നിലപാടാണ് അണിയറ പ്രവർത്തകർ എടുത്തിരിക്കുന്നത്. കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. എന്ത് നടപടിയാകും ഇനി ഉണ്ടാവുക, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള നിയമ പോരാട്ടമായിരിക്കും ഇനി ഇതുമായി ബന്ധപ്പെട്ട് നടത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ നാളത്തെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ സുരേഷ് ഗോപി ഇന്ന് ഈ വിഷയത്തിൽ വിവരങ്ങൾ നൽകിയത്. എന്തുകൊണ്ട് ഈ പേര് മാറ്റണം, അതിലൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. സിനിമയുടെ സംവിധായകനാണ് ഇങ്ങനൊരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. സെൻസർ ബോർഡിന്റെ ഭാഗത്ത് ഔദ്യോഗികമായി ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണമോ പ്രതികരണമോ ഉണ്ടായിട്ടുമില്ല. നമുക്ക് നോക്കാം, ഇത് ഒരു പേരിലൊക്കെ സിനിമയ്ക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്.